ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് EMA അഥവാ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് എങ്ങനെ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ EMA നമുക്ക് ഇൻട്രാഡേ ട്രേഡിംഗിലും യൂസ് ചെയ്യാം. ചെറിയൊരു ചേഞ്ച് കൊടുത്താൽ മതി. പക്ഷേ ഇത് ഏറ്റവും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നത് സ്വിംഗ് ട്രേഡിംഗ് മെത്തേഡിലാണ്. ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ EMA വെച്ച് നിങ്ങൾക്ക് അടിപൊളി സ്വിംഗ് ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്തിനൊക്കെയാണ് നമ്മൾ EMA ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഒന്നാമത്തെ കാര്യം, മാർക്കറ്റിന്റെ ട്രെൻഡ് കണ്ടുപിടിക്കാൻ. അതായത് ഒരു സ്റ്റോക്ക് അപ് ട്രെൻഡിലാണോ അതോ ഡൗൺ ട്രെൻഡിലാണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് EMA നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഒരു സ്റ്റോക്കിൽ എക്സാക്ട് എൻട്രി പോയിന്റ്സും എക്സിറ്റ് പോയിന്റ്സും നമുക്ക് നല്ല പ്രോപ്പറായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാനും ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യാനും നമുക്ക് EMA ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാം. ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് സ്വിംഗ് ട്രേഡിങ്ങിലാണ്. കാരണം നമുക്കറിയാം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നത് ഒരു ദിവസത്തെ 1 മിനിറ്റിലോ 5 മിനിറ്റിലോ ക്യാൻഡിൽസോ അല്ലെങ്കിൽ നോക്കിയിട്ടല്ല. അവരുടെ മന്ത്ലി, ആ സ്റ്റോക്കിൻ്റെ പ്രൈസിൻ്റെ മന്ത്ലി ആവറേജ് പ്രൈസോ അല്ലെങ്കിൽ വീക്കിലി ആവറേജ് പ്രൈസോ നോക്കിയിട്ടാണ് അവർ എൻട്രി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു എൻട്രി മാർക്കറ്റ് അക്യൂമുലേഷൻ സ്റ്റേജിലാണോ, അടുത്തത് ബ്രേക്ക്ഔട്ട് നടത്തി ഒരു റാലി ചെയ്യാൻ പോവുകയാണോ, അല്ല ഒരു ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജിലാണോ എന്നൊക്കെ നമുക്ക് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു 100% പ്രോബബിലിറ്റി ഇല്ല, എങ്കിലും ഒരു 80% പ്രോബബിലിറ്റി സ്വിംഗ് ട്രേഡിങ്ങിൽ ഈ ഒരു EMA ഇൻഡിക്കേറ്റർ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ നമുക്ക് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ ട്രേഡിംഗ് വ്യൂവിൽ ആഡ് ചെയ്യണം എന്നൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ്? നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് നമ്പർ ഓഫ് പ്രൈസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ സിംപ്ലി ആവറേജ് കണ്ടുപിടിക്കുന്നത്. എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞാൽ റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന പ്രൈസുകൾക്ക് മോർ വെയിറ്റേജ് കൊടുത്തിട്ടാണ് EMA കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് എക്സ്പോണൻഷ്യൽ e⁻x എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മളിവിടെ EMA കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതാണ് സാധാ മൂവിങ് ആവറേജും എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഒരു ഷോർട്ട് ടേം പെർസ്പെക്റ്റീവിൽ EMA നമുക്ക് നല്ല അടിപൊളിയായിട്ട് വർക്ക് ആവുകയും നല്ല സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്സ് കണ്ടുപിടിക്കാനും സാധിക്കും. എങ്ങനെ മൂവിങ് ആവറേജ് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ ആഡ് ചെയ്ത് അതിൻ്റെ സെറ്റിംഗ്സ് ഒക്കെ നോക്കിയിട്ട് എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് എൻട്രി എടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടാറ്റ പവർ സ്റ്റോക്കാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഇൻഡിക്കേറ്റേഴ്സിൽ EMA എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇതേ മൂവിങ് ആവറേജ് എക്സ്പോണൻഷ്യൽ എന്ന് പറയുന്ന ഇത് നമുക്കിവിടെ കാണാൻ പറ്റും. അത് നമ്മൾ ആഡ് ചെയ്യാം. ഒരു കാര്യം കൂടി ചെയ്യണം, നമുക്ക് ഒരു EMA പോരാ, 2 EMA നമ്മൾ ആഡ് ചെയ്യണം. സെയിം ഇൻഡിക്കേറ്റർ തന്നെ 2 പ്രാവശ്യം ആഡ് ചെയ്യണം. ഈ 2 ഇൻഡിക്കേറ്റർ നമ്മൾ സെപ്പറേറ്റ് ആവറേജ് ആണ് കൊടുക്കുന്നത്. അതായത് ഒരു ഇൻഡിക്കേറ്റർ ഒരു EMAയിൽ 200 ദിവസത്തെ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ആണെങ്കിൽ ഒരു ഇൻഡിക്കേറ്ററിൽ 50 ദിവസത്തെ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് വേണം കൊടുക്കാൻ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സെറ്റിങ്സിൽ ആദ്യം തന്നെ ഇൻപുട്സിൽ 50 ഡേ മൂവിങ് ആവറേജ് കൊടുത്തു, ഓക്കെ കൊടുത്തു. അതിനുശേഷം രണ്ടാമത്തെ ഇൻഡിക്കേറ്ററിൽ വീണ്ടും 200 എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുത്ത് ഓക്കെ കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ലൈൻ ഇവിടെ കിട്ടി. ഈ ഒരു EMA ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ 2 കളറും ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ രണ്ടും ബ്ലൂ ആയതുകൊണ്ട് 50 ഏതാ 200 ഏതാ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ EMA 50 ക്ലോസിൽ സെറ്റിങ്സിൽ പോയിട്ട് സ്റ്റൈലിൽ ഞാനതൊരു ഓറഞ്ച് കളർ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലായി ഈ ഓറഞ്ച് കളറാണ് 50 ഡേ മൂവിങ് ആവറേജ് ആൻഡ് ഈ ബ്ലൂ കളറാണ് 200 ഡേ മൂവിങ് ആവറേജ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഇട്ടു. നമുക്കറിയാം ഏതൊരു സ്റ്റോക്ക് അനാലിസിസ് ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ പ്രോപ്പർ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകൾ വരച്ചതിന് ശേഷം വേണം ഈ എല്ലാ ഇൻഡിക്കേറ്റേഴ്സും ആഡ് ചെയ്യാം. കാരണം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്കറ്റിൽ വളരെ ഭംഗിയായിട്ട് ആക്ട് ചെയ്യുന്ന ഒന്നാണ്, നല്ല റിസൾട്ടും തരുന്നതാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഇപ്പോൾ ഇവിടെ തന്നെ ടാറ്റ പവറിൽ ഞാനിവിടെ വരച്ചിട്ടിട്ടുണ്ട്, നല്ലൊരു റെസിസ്റ്റൻസ് സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. പക്ഷേ മൂവിങ് ആവറേജ് വെച്ച് നമുക്ക് ഇതിൽ ഓൾറെഡി എൻട്രി കഴിഞ്ഞു. ഇനി എൻട്രി വരാൻ പോകുന്ന ഒരു സ്റ്റോക്ക് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് മൂവിങ് ആവറേജിൽ നിങ്ങൾ നോക്കേണ്ടത്? അതായത് എപ്പോഴാണോ ഈ 200 ഡേ മൂവിങ് ആവറേജിനെ 50 ഡേ മൂവിങ് ആവറേജ് ക്രോസ് ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു സ്റ്റോക്ക് ഒരു ഡിമാൻഡ് സോണിലേക്ക്, അതായത് ഷോർട്ട് ടേമിൽ, സ്വിംഗ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കണം, ഷോർട്ട് ടേമിലേക്ക് ഒരു ഡിമാൻഡ് സോണിലേക്ക് വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഈ ഒരു മൂവിങ് ആവറേജ്, അതായത് 200 മൂവിങ് ആവറേജിനെ 200 ഡേ മൂവിങ് ആവറേജിനെ 50 ഡേ മൂവിങ് ആവറേജ് ക്രോസ് ചെയ്തതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ക്രോസ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് മൂവ് ചെയ്ത് നോക്കിക്കേ, വളരെ എക്സ്പോണൻഷ്യലായിട്ട് നല്ലൊരു എൻട്രി നമുക്കിവിടെ തന്നു. മാർക്കറ്റ് ബുള്ളിഷായിട്ട് മൂവ് ചെയ്തു.
അത്യാവശ്യം എനിക്ക് തോന്നുന്നു 220 നിന്ന് 400, അതായത് ഒരു 100% തന്നെ ഒരു പ്രോഫിറ്റ് വളരെ ഷോർട്ട് ടൈം പീരീഡിൽ ടാറ്റ പവർ നമുക്ക് തന്നു. പക്ഷേ ഇതിൻ്റെ ഡേറ്റ് എനിക്ക് തോന്നുന്നു ജൂൺ 2023 ആൻഡ് ഒരു വർഷത്തിൽ 100% റിട്ടേൺ ആണ് ടാറ്റ പവർ നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കിക്കേ, ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി ഇത് നോക്കുന്ന സ്റ്റോക്കാണ്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് സോണിലെത്തി ആൻഡ് ഓൾസോ ഇലക്ഷൻ്റെ സമയമൊക്കെ ആയിട്ടും ആ ഒരു റെസിസ്റ്റൻസ് സോൺ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടില്ല, ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ ഓൾമോസ്റ്റ് നമ്മുടെ ഷോർട്ട് ടൈം ആ ഒരു റാലി ഏകദേശം സ്റ്റോപ്പായി. ഇനി അടുത്ത മൂവ്മെൻറ്റ് നമുക്കറിയാം, ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ബഡ്ജറ്റ് ഡേ വരാനിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക, മുകളിലോട്ടാണെങ്കിലും താഴോട്ടാണെങ്കിലും. അപ്പോൾ ഒരു ഷോർട്ട് ടൈം പീരീഡിൽ ഒരു 1 ഇയർ എന്ന് പറയുന്ന സ്വിങ്ങിനായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാലും ഷോർട്ട് ടൈമിൽ നമുക്ക് 100% റിട്ടേൺ കിട്ടി. മേ ബി എല്ലാവരും 100% വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. കാരണം ഒന്നാമത്തെ കാര്യം, റിവേഴ്സായിട്ട് മൂവിങ് ആവറേജ് ക്രോസ് ചെയ്തിട്ടില്ല. അതായത് ഇപ്പോഴും 50 ഡേ മൂവിങ് ആവറേജ് 200 ഡേ മൂവിങ് ആവറേജിൻ്റെ മുകളിൽ തന്നെയാണ്. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ, കാരണം ഓൾറെഡി 100% റിട്ടേൺ ആയതുകൊണ്ട് നമുക്കാണെങ്കിൽ വെയിറ്റ് ചെയ്യാം അടുത്ത മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ യൂണിയൻ ബാങ്കും ഞാൻ PSU സെക്ടറിൽ ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. യൂണിയൻ ബാങ്കിലും എനിക്ക് നല്ലൊരു എൻട്രി ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് ഷോർട്ട് ടൈമിൽ ബുക്ക് ചെയ്തിരുന്നു ഇലക്ഷന് മുമ്പ് തന്നെ. കാരണം ഇലക്ഷൻ റിസൾട്ടൊക്കെ വരുന്നതുകൊണ്ട് ഞാനത് ബുക്ക് ചെയ്ത് വെച്ചിരുന്നു. ഇവിടെ നമുക്കൊരു ക്രോസ് ഓവർ വന്നു. ഞാനിവിടെ ഒരു സപ്പോർട്ട് വരച്ചിട്ടിട്ടുണ്ട്. സപ്പോർട്ട് പ്ലസ് മൂവിങ് ആവറേജ് ക്രോസ് ഓവർ, അതായത് 200 ഡേന് 50 ഡേ മൂവിങ് ആവറേജ് ക്രോസ് ചെയ്തു. സോ മാർക്കറ്റ് ഒരു ട്രെൻഡ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ വളരെ ഭംഗിയായിട്ട് മുകളിൽ പോയി. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ഞാൻ അതും വരച്ചിട്ടിട്ടുണ്ട്. ഞാൻ ഇതിനു വേണ്ടി നോക്കിയതല്ല, മൂവിങ് ആവറേജിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എടുത്തപ്പോൾ സ്റ്റോക്സിൽ വന്നതാണ് എൻ്റെ ഈ ഡാറ്റ. കണ്ടു, ഇവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്തു, വീണ്ടും മൂവിങ് ആവറേജിലേക്ക് റീടെസ്റ്റ് ചെയ്തു. മാർക്കറ്റ് ട്രെൻഡ് ആയിട്ട് മുകളിലോട്ട് പോയി. എഗെയിൻ യൂണിയൻ ബാങ്ക് ഇത് 1, 2, 3 3 തവണ ഒരു 158 പ്രൈസിൽ റെസിസ്റ്റൻസ് എടുത്തിരിക്കുകയാണ്. വീണ്ടും അത് മൂവിങ് ആവറേജിലേക്ക് റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, 200 മൂവിങ് ആവറേജിലേക്ക്. സോ ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് യൂണിയൻ ബാങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി പുതിയതായിട്ട് നിങ്ങൾ മൂവിങ് ആവറേജ് യൂസ് ചെയ്ത് ഒരു എൻട്രീസും എടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. ഇനി നമുക്ക് എൻട്രി ഉള്ള ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ഉണ്ടോ എന്ന് നോക്കാം. ഞാനത് നോക്കിയപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതും ഞാൻ ഏകദേശം നോക്കുന്ന സ്റ്റോക്കാണ്. ചെറിയൊരു സപ്പോർട്ട് റെസിസ്റ്റൻസും വലിയ കാര്യമായിട്ടില്ല, എങ്കിലും ഒരു മേജർ സപ്പോർട്ട് ഞാൻ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ വരച്ചിട്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ കണ്ടോ 200 മൂവിങ് ആവറേജ് മുകളിലാണ്. അതിൻ്റെ താഴെ മാർക്കറ്റ് ഒരു സപ്ലൈ സോണിലായിരുന്നു. അതിനുശേഷം മേജറായിട്ട് ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ചു വന്നു. മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോയി ആൻഡ് അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തു. എങ്കിലും നല്ലൊരു സപ്പോർട്ട് തന്നെയാണ് എടുത്തത്. മാർക്കറ്റ് ഒരു 2723 നിന്ന് നല്ലൊരു റിജക്ഷൻ, നല്ലൊരു സെല്ലിങ് ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ വന്നു. വീണ്ടും 200 EMA സപ്പോർട്ട് എടുത്തു. കൂടാതെ 50 ഡേ EMA ഹിന്ദുസ്ഥാൻ യൂണിലിവർ ക്രോസും ചെയ്തു. അതായത് ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ ഷോർട്ട് ടൈമിലേക്ക് സ്വിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് വിചാരിക്കുകയാണ്. ഷോർട്ട് ടൈമിൽ, അതായത് കുറച്ച് നാൾ നമ്മുടെ കയ്യിൽ വെച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ സ്വിങ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ട്രേഡിംഗ് എന്ന് പറയുന്നത്. കുറച്ച് നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇത്ര നാൾ, ഒരു മാസം കയ്യിൽ വെക്കണം അല്ലെങ്കിൽ ഒരു വർഷം കയ്യിൽ വെക്കണം, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ എത്ര നാൾ കയ്യിൽ വെക്കുന്നു അത്രയും ആണ് അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് സ്വിങ് ട്രേഡിംഗ് ഇത്ര നാളെ കയ്യിൽ വെക്കാൻ പാടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഷോർട്ട് ടൈം അല്ലല്ലോ, ലോങ് ടൈം അല്ല. അങ്ങനെ നമ്മൾ കയ്യിൽ വെക്കുന്ന ആ ഒരു സമയത്തിനനുസരിച്ചാണ് അതിന് ഷോർട്ട് ലോങ് എന്നൊക്കെ തരംതിരിക്കുന്നത്. അല്ലാതെ സ്വിങ് ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ട്രേഡിംഗ് ഇല്ല. അപ്പം ഇവിടെ ഞാൻ പറയുന്നത് സപ്പോർട്ട് എടുത്തു, EMA ക്രോസ് ഓവർ നടന്നു. സോ നല്ലൊരു എൻട്രി ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ ഷോർട്ട് ടൈമിലുണ്ട്. അതായത് ഈ ഒരു ക്രോസ് ഓവറിന് ശേഷം ഇതിന് മുകളിൽ തന്നെ കുറച്ച് നാൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഒരു സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അക്യൂമുലേഷൻ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റാലി ഷോർട്ട് ടൈം പീരീഡിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മൂവിങ് ആവറേജ് സ്വിങ് ട്രേഡിങ്ങിൽ നിങ്ങളൊരു 10 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു 8 ട്രേഡിങ്ങിലും മൂവിങ് ആവറേജ് വെച്ച് നമുക്ക് നല്ല റിസൾട്ടുകൾ തരും. ബാക്കി 2 നമുക്കറിയാം 100% പ്രോബിലിറ്റി പറയാൻ പറ്റത്തില്ല, റോങ് എൻട്രീസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്ത് നിങ്ങൾക്കത് ഇറങ്ങാം. ലാർജ് ക്യാപ് ഫണ്ടുകളാണ് നിങ്ങൾക്കത് പിടിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് EMA എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് സ്വിങ് ട്രേഡിങ്ങിൽ നമ്മൾ
യൂസ് ചെയ്യുന്നത്. EMA സ്വിംഗ് ട്രേഡിങ്ങിൽ അല്ലെങ്കിൽ ഷോർട്ട് ടൈം ട്രേഡിങ്ങിലാണ് ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ആവുന്നത്, നല്ല റിസൾട്ടുകൾ തരുന്നത്. ഞാൻ പറഞ്ഞു EMA മാത്രമല്ല, അതിൻ്റെ കൂടെ സപ്പോർട്ടും റെസിസ്റ്റൻസും അതുപോലെ തന്നെ ഹൈ ബ്രേക്ക് ഔട്ട്സും വോളിയംസും ഇത്രയും കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് കൂട്ടി വെച്ച് ചെയ്യുകയാണെങ്കിൽ സ്വിംഗ് ട്രേഡിങ് നല്ല സക്സസ് ആയിട്ട് EMA കൂടി സഹായത്തോടു കൂടി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ഇൻട്രാഡേ ഇതിലേക്ക് വരുമ്പോൾ EMA മാത്രം വെച്ചിട്ട് ഇൻട്രാഡേ ട്രേഡ്സ് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ കാര്യം ടൈം ഫ്രെയിം കുറവാണ്, പെട്ടെന്നുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് ആണ്. ചിലപ്പോൾ EMA ക്രോസ് ചെയ്ത് മുകളിൽ പോകും പെട്ടെന്ന്, അപ്പോൾ നമ്മൾ ബൈ എടുക്കും. പിന്നെ EMA ക്രോസ് ചെയ്ത് താഴേക്ക് വരും, അപ്പോൾ നമ്മൾ സെല്ല് എടുക്കും. നമ്മൾ VWAP പറഞ്ഞ പോലെ തന്നെ അവിടെ നമ്മൾ എന്താണ് ചെയ്തത്, നല്ലൊരു വൈഡ് റേഞ്ച് ക്യാൻഡിൽ വന്ന് VWAP ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം എന്ന് പറയുന്ന പോലെ മൂവിങ് ആവറേജ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് വെച്ചിരിക്കുക. നിങ്ങളുടെ ഇൻട്രാഡേ ട്രേഡിംഗ് സെറ്റപ്പിലേക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് നിങ്ങളുടെ ബാക്കിയുള്ള സെറ്റപ്പും ഓക്കെയാണ്, EMA ഓക്കെയാണ്, ദെൻ നമുക്കൊരു നല്ലൊരു കൺഫർമേഷനിൽ ഇൻട്രാഡേ ട്രേഡിങ്ങിലേക്ക് എൻട്രി എടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ EMA മാത്രം വെച്ചിട്ട് നിങ്ങൾ എൻട്രി എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ എൻട്രീസ് ഒരുപാടായിരിക്കും. ഫേക്ക് ബ്രേക്ക് ഔട്ട്സ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നല്ലൊരു വൈഡ് റേഞ്ച് ക്യാൻഡിലിൻ്റെ കൂടെ ഈ ഒരു മൂവിങ് ആവറേജും അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും അതുപോലെ തന്നെ നമ്മുടെ 3 മിനിറ്റ് ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി എല്ലാം കൂടി ഒന്നിച്ച് വെച്ച് നിങ്ങളുടെ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ട് നിങ്ങൾ ട്രേഡ് എടുക്കുക. അല്ലാതെ ഇത് മാത്രം വെച്ചിട്ട് ട്രേഡ് എടുക്കാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല, എസ്പെഷ്യലി ഇൻട്രാഡേ. ഓക്കെ, സ്വിംഗ് ആണെങ്കിൽ ഓക്കെ ഫൈൻ, നമുക്ക് കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടും. പക്ഷേ EMAക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇൻട്രാഡേയിലുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്കൊന്ന് നോക്കാം ഏതൊക്കെ ഡേയ്സിലുള്ള EMA ആണ് ഇടേണ്ടത് എന്നുള്ളത്. ഇൻട്രാഡേയിലേക്ക് വരുമ്പോൾ നമ്മൾ ഏതിടണം, 10 ഡേയ്സ് EMAയും അതുപോലെ തന്നെ 15 ഡേ EMAയും വേണം ഇടാൻ. എന്നിട്ട് 50 ഡേ EMAനെ ഈ 10 ഡേ EMA എപ്പോഴാണോ ക്രോസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മാർക്കറ്റ് ബുള്ളിഷ് ആണ്, സ്ലൈറ്റ്ലി ബുള്ളിഷ് ആണെന്ന് നമുക്കൊരു കൺഫർമേഷൻ എടുക്കാം. അതുപോലെ തന്നെ താഴേക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ സ്ലൈറ്റ്ലി ബെയറിഷ് ആണ്, ഒരു ഷോർട്ട് സെൽ ഓപ്പർച്യൂണിറ്റി അവിടെയുണ്ട്. ഞാൻ അഗെയിൻ ഓർമ്മിപ്പിക്കുന്നു, ഇത് മാത്രം വെച്ച് ചെയ്യരുത്. ഇന്നത്തെ കേസിലാണെങ്കിൽ നിങ്ങൾ നോക്കി, ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ 10 ഡേ മൂവിങ് ആവറേജ് ഇവിടെ ക്രോസ് ചെയ്തു ആൻഡ് താഴെ കുറച്ച് നേരം കൺസോൾട്ടേറ്റ് ചെയ്തു. അതിനുശേഷം ഒരു 11:15 ശേഷം വീണ്ടും അത് 50 ഡേ മൂവിങ് ആവറേജിനെ 10 ഡേ മൂവിങ് ആവറേജ് ക്രോസ് ചെയ്തു. നല്ലൊരു ബുള്ളിഷ് റാലി തന്നു. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഒരു വൈഡ് റേഞ്ച് ക്യാൻഡിലുണ്ട്. എഗെയിൻ താഴേക്ക് വന്ന് സപ്പോർട്ട് എടുത്തു. നല്ലൊരു ബൈയിങ് കയറിയിട്ടാണ് ഈ ഒരു ട്രെൻഡ് അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ ലെവൽ നല്ലൊരു എൻട്രി ഉണ്ട് EMA വെച്ചിട്ട്. പക്ഷേ ഞാൻ എഗെയിൻ ഓർമ്മിച്ച പോലെ ഇത് മാത്രമല്ല, നല്ലൊരു റെസിസ്റ്റൻസ് സപ്പോർട്ടും അതുപോലെ തന്നെ VWAP ഒക്കെ ആഡ് ചെയ്ത് നമ്മൾ ചെയ്യുന്നതിൻ്റെ കൂടെ ഈ ഒരു കൺഫർമേഷനും കൂടി എടുത്തിട്ട് നിങ്ങൾ എൻട്രീസ് എടുക്കുന്നതായിരിക്കും ഇൻട്രാഡേയിൽ നല്ലത്. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ച് മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്വിംഗ് പോലെ അത്ര സിമ്പിളായിട്ട് EMA ഇൻട്രാഡേയിൽ വർക്ക് ആവണമെന്ന് ഇല്ല. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകിച്ച് നോട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ EMA ക്രോസ് ഓവർ ഉപയോഗിച്ച് ഇനി റീസെൻ്റ് ആയിട്ട് എൻട്രി ഉള്ള ഒരു സ്റ്റോക്ക് ഞാൻ കണ്ടുപിടിച്ചു. ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ ഒരു എൻട്രി ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ EMA ക്രോസ് ഓവർ ചെയ്തിരിക്കുന്ന മുകളിൽ കൺസോൾഡേറ്റ് ചെയ്ത് ഒരു അക്യൂമുലേഷൻ സ്റ്റേജിൽ നിൽക്കുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് കണ്ടുപിടിച്ച് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ അനാലിസിസ് നോക്കാം. എന്നിട്ട് നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് നല്ല ഷോർട്ട് ടൈം ട്രേഡിംഗ് സ്റ്റോക്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ട് പോവുകയല്ല ചെയ്യേണ്ടത്, ചാർട്ട് എടുത്ത് വെച്ച് ഈ വേറെ EMA ക്രോസ് ഓവറുകൾ നിങ്ങൾ ഇനി എൻട്രി എടുക്കാൻ പോകുന്ന സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അപ്പോൾ എല്ലാവരും സ്റ്റോക്കുകൾ കണ്ടുപിടിച്ച് ഇതിന് താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.